വയനാട് ദുരന്തത്തിൽപ്പെട്ട് മാതാപിതാക്കളെയും സഹോദരിയെയും ഭാവി വരനെയും വീടും ഉൾപ്പെടെ നഷ്ടപ്പെട്ട ശ്രുതി സർക്കാർ ടൗൺഷിപ്പിൽ വീട് ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷ മന്ത്രിസഭ തള്ളിയ സംഭവം കേരളത്തിലെമ്പാടും വലിയ ചർച്ചയാവുകയാണ്. കോൺഗ്രസ് ശ്രുതിക്ക് വീട് നൽകാതെ കബളിപ്പിച്ചെന്ന് CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖും ശ്രുതിക്ക് ആദ്യം വീട് വെച്ച് കൊടുത്ത ശേഷം കോൺഗ്രസ് ഇന്ദിരാ ഗ്യാരന്റിയെക്കുറിച്ച് സംസാരിക്കട്ടെ എന്ന് മുഖ്യമന്ത്രിയും അടുത്തിടെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതേസമയം CPM ജില്ലാ സെക്രട്ടറി K റഫീഖിന്റെ ആരോപണങ്ങൾ തള്ളി T സിദ്ദിഖ് MLAയും രംഗത്തെത്തിയിരുന്നു. വയനാട് ദുരന്തത്തിൽ കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീട് വാഗ്ദാനം ചെയ്ത് പറ്റിച്ചെന്ന K റഫീഖിന്റെ ആരോപണം പച്ചക്കള്ളമാണെന്നാണ് T സിദ്ദിഖ് തിരിച്ചടിച്ചത്. മറുവശത്ത് ശ്രുതിയുടെ അപേക്ഷ പരിഗണിച്ച് അവർക്ക് വീട് നൽകാമെന്ന് ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തിട്ടും നൽകേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 2026 മാർച്ച് 10 ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. വയനാട് ടൗൺഷിപ്പിൽ സർക്കാർ നിർമ്മിക്കുന്ന വീട് സ്വീകരിക്കുകയോ പകരം 15 ലക്ഷം രൂപ കൈപ്പറ്റുകയോ ചെയ്യാമെന്ന 2 ഓപ്ഷനുകളാണ് ദുരന്തബാധിതർക്ക് മുന്നിൽ സർക്കാർ നൽകിയത്. 2 സ്വകാര്യ സംഘടനകൾ വീട് നിർമ്മിച്ച് നൽകാമെന്ന് അറിയിച്ചതിനാൽ സർക്കാരിന്റെ വീട് വേണ്ടെന്ന് വെച്ച് പകരം 15 ലക്ഷം രൂപ കൈപ്പറ്റാനായിരുന്നു ശ്രുതിയുടെ തീരുമാനം. എന്നാൽ സ്വകാര്യ സംഘടനകൾ വീടിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ 15 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാമെന്നും പകരം സർക്കാരിന്റെ ടൗൺഷിപ്പിൽ വീട് നൽകണമെന്നും ആവശ്യപ്പെട്ട് ശ്രുതി കഴിഞ്ഞ ഡിസംബറിൽ അപേക്ഷ സമർപ്പിക്കുകയായിരുന്നുവെന്ന് ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ മന്ത്രിസഭാ യോഗ കുറിപ്പിൽ പറയുന്നു. മറ്റ് സംഘടനകളിലെ വീട് കൈപ്പറ്റാൻ പാടില്ലെന്ന വ്യവസ്ഥയിൽ ശ്രുതിക്ക് സർക്കാർ വീട് നൽകാമെന്നായിരുന്നു ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് ഫയലിൽ കുറിച്ചത്. സമാനമായ ആവശ്യമായി ആരെങ്കിലും വന്നാൽ കളക്ടറുടെ ശുപാർശയോടെ മന്ത്രിസഭ അന്തിമ തീരുമാനമെടുക്കണം. 15 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ച് ടൗൺഷിപ്പിൽ വീട് തിരഞ്ഞെടുക്കാൻ ഗുണഭോക്താക്കൾ തയ്യാറാകുന്നത് സർക്കാർ ലഭിക്കുന്ന അംഗീകാരമായി വേണം കരുതാനെന്നും ചീഫ് സെക്രട്ടറി ഫയലിൽ കുറിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മാർച്ച് 10 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം പിൻവലിക്കാനായിരുന്നു തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 5 ദിവസം മുൻപ് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സർക്കാരിന് താല്പര്യമുള്ള ഒട്ടേറെ ഫയലുകളിൽ തിരക്കിട്ട് തീരുമാനമെടുത്തെങ്കിലും ശ്രുതിക്ക് വേണ്ടി മന്ത്രിസഭയിൽ വാദിക്കാൻ ആരുമുണ്ടായില്ല എന്നതുകൂടി എടുത്തു പറയണം. അതായത് രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഒരു ആയുധമാക്കാനല്ലാതെ ആരോരുമില്ലാതെ നിസ്സഹായയായി അന്ന് ആ ദുരന്ത ഭൂമിയിൽ നൊമ്പരക്കാഴ്ചയായി മാറിയ ശ്രുതിക്ക് വേണ്ടി വാദിക്കാൻ പ്രതിപക്ഷത്തു നിന്നോ ഭരണപക്ഷത്തു നിന്നോ ആരുമുണ്ടായില്ല. എന്തായാലും ഇലക്ഷനും കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ഉടൻ ഈ വിവാദം കെട്ടടങ്ങിയാൽ ശ്രുതിയുടെ വീടിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് മന്ത്രിസഭാ തീരുമാനപ്രകാരം മുൻപ് തന്നെ സർക്കാർ ജോലി നൽകിയിരുന്നു. കൽപ്പറ്റ കളക്ടറേറ്റിൽ റവന്യൂ വകുപ്പിൽ ക്ലർക്കായാണ് ശ്രുതി ജോലിയിൽ പ്രവേശിച്ചത്.